ഹായ് എവരി വൺ. ഇന്നും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ വേറൊരു രീതിയാണ്. അതായത് ഏത് രണ്ട് നമ്പേഴ്സ് വന്നാലും നമ്മളതെങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എൻ്റെ ഡിജിറ്റ്സ് 10 ആകണമെന്നില്ല, 53ഉം 37ഉം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എൻ്റെ ഡിജിറ്റ് 10 ആണ്, അപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. ദെൻ ഫസ്റ്റ് ഡിജിറ്റ് അതായത് 7ഉം 3ഉം 2. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് സം എന്ന് പറയുന്നത് 10. അപ്പോൾ അത് നമ്മളൊരു മെത്തേഡ് പഠിച്ചു, ഇതിനൊരു മെത്തേഡ് പഠിച്ചു, ഇതിനൊരു മെത്തേഡ് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് വേറൊരു നമ്പർ, അതായത് ഒരിക്കലും ഒരു നമ്പറും സമ്മ് 10 ആവുന്നില്ല, 32, 43. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു നമ്പറിൽ നമുക്ക് 3ഉം 2ഉം 10 അല്ല, 4ഉം 3ഉം 10 അല്ല. ഇങ്ങനെ വരുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വെർട്ടിക്കലി ആൻഡ് ക്രോസ് വൈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വെർട്ടിക്കലിയും മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് വൈസും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത്. അത് ആ വേർഡൊന്നും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണമെന്നില്ല, ഹെഡൊന്നും നമ്മൾ നോക്കണ്ട. ജസ്റ്റ് നമുക്ക് ഏത് നമ്പർ തന്നാലും, ഇങ്ങനത്തെ മെത്തേഡായാലും ഇങ്ങനത്തെ മെത്തേഡായാലും ഏത് ടൈപ്പ് നമ്പർ ആയാലും നമുക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം 3 × 2 6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈ 6 ഈക്വൽ ടു ദാറ്റ് ഈസ് 3 × 2 ആണ്, എൻ്റെ ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റാണ്. അടുത്ത എന്താണ്? 3 × 3. ഇവിടെ ഇങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 പ്ലസ് ഈ 4 × 2 ദാറ്റ് ഈസ് 8. അപ്പോൾ എത്ര? ഈ 3 × 3 9, 4 × 2 8, 9 + 18 ദാറ്റ് ഈസ് 17. അപ്പോൾ അതിൻ്റെ 7 നമ്മൾ എഴുതുന്നു, 1 റിമൈൻഡർ ബാലൻസ് വയ്ക്കുന്നു. ദെൻ 4 × 3 12, 12 + 1 13. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ 3 × 2 6, 9 + 8 ദാറ്റ് ഈസ് 17. 17ൻ്റെ 7 എഴുതി, ബാലൻസ് 1. 3 × 4 12, 12 + 1 13. അപ്പോൾ നമുക്ക് വേറൊരു നമ്പർ എഴുതാം. 52 × 14, 4 × 2 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതാം, കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 20 + 2 22 2 7. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 × 2 8, ദെൻ 4 × 5 20 + 2 22 × 2, ദെൻ ബാലൻസ് 2. 5 × 1 5 + 2 7. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 52 × 14 നമ്മുടെ നോർമൽ മെത്തേഡ് വഴി 4 × 2 8, 5 × 4 20, 1 × 2 1 × 5 728 നമുക്ക് ഈസി ആയിട്ട്. അപ്പോൾ 1 സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? ഇവ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുന്നു. ദെൻ ഇതാണ് വെർട്ടിക്കലി. ദെൻ എന്താണ്? ക്രോസ് വൈസ്. ദെൻ വീണ്ടും വെർട്ടിക്കലി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 42 × 13, 3 × 2 6, 4 × 3 12 പ്ലസ് 1 × 2 2 ദാറ്റ് ഈസ് 14. 4 എഴുതി, ബാലൻസ് 1. 4 × 1 4 + 1 5, 546. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണോ നോക്കാം. 42 × 13 6, ദെൻ 12, 1 × 2 1 × 4 ദാറ്റ് ഈസ് 4 546. ഇതല്ലേ നമുക്ക് ആൻസർ കിട്ടിയേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ദെൻ വെർട്ടിക്കലി മൾട്ടിപ്ലൈ ചെയ്തിട്ടും നമുക്ക് ആൻസേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. 43 × 64. അപ്പോൾ എങ്ങനെ? 4 × 3 12, ബാലൻസ് 1. ദെൻ അടുത്ത എന്താണ്? 4 × 4 16 പ്ലസ് 6 × 3 18. എത്ര? 8 6 14 34 പ്ലസ് 1 35, ബാലൻസ് 3. 24 + 3 27. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആണോ നോക്കാം. 43 × 64, 4 × 3 12, 16 + 1 17, 18, 24 + 1 25 ദാറ്റ് ഈസ് 2 5 7 2. കറക്റ്റ് അല്ലേ നമ്മുടെ ആൻസർ? അപ്പോൾ എങ്ങനെയാണ് ഫൈനൽ ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. 4 × 3 12, ബാലൻസ് 1. 4 × 4 16. അടുത്ത ആഡ് ചെയ്യേണ്ടതാണ്, ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം, ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 3 18, 18 16 34, 1 35, 5 ബാലൻസ് 3. 4 × 6 24 + 3 27. ഇതാണ് നമ്മുടെ 1 സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ. 71 × 23 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ
ക്രോസ് വൈസ് ആൻഡ് വെർട്ടിക്കലി ഈ പ്രോപ്പർട്ടി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3 7 × 3 21 പ്ലസ് 1 × 2 2 ദാറ്റ് ഈസ് 23 ദാറ്റ് ഈസ് 3 ബാലൻസ് 2 7 × 2 14 14 പ്ലസ് 2 16. കറക്റ്റ് ആണോ നോക്കാം. 21 × 23 3 21 2 14 അല്ലേ. 3 3 6 1 1 6 3 3. അപ്പം ഇങ്ങനെ നമുക്ക് എനി 2 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 46 × 13 18 4 12 4 × 3 12 plus 6 18 plus 1 19 balance 1 4 plus 1 5. അപ്പോൾ കറക്റ്റ് ആണോ നോക്കാം. 46 × 13 18 12 plus 1 13 6 4 9 8 5. അപ്പോൾ ഇങ്ങനത്തെ എനി 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഈസി ആയിട്ട് 1 സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഈസി അല്ലേ. ഇനി ഇതുപോലത്തെ കുഞ്ഞു ടിപ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.